ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പുതിയ വിവാദങ്ങളിൽ പാർട്ടി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. വരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് KR അജയനെ മാറ്റി T ചന്ദ്രമോഹന് പകരം ചുമതല നൽകിയെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് ഇനിയും പാർട്ടി കടന്നേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം കൂടുതൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്ന തരത്തിലാണ് ചർച്ചകൾ. GV പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. GV പ്രസാദ്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ രാഷ്ട്രീയ നിലയല്ല ദേശാഭിമാനി സ്വീകരിച്ചത്. അതിൽ പാർട്ടി ഇടപെടൽ ഉണ്ടാകും. ദേശാഭിമാനി അങ്ങനെ ഒരു വാർത്തയെ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. വലിയ തോതിൽ ചർച്ചയാവുകയും കോൺഗ്രസുകാർക്ക് ആയുധമാവുകയും ഒക്കെ ചെയ്ത ഒരു കാര്യമാണ്. വാർത്താ സമ്മേളനം നടത്തിയത് പോലും ദേശാഭിമാനി വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എന്നതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ VS അനുസ്മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ പാർട്ടി കൂടുതൽ പത്രത്തിലേക്ക് കൈവെക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുകയാണ് പാർട്ടി. ഉറപ്പായും അത് തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ചില്ലറ നാണക്കേടല്ല ദേശാഭിമാനി ഉണ്ടാക്കിയത് പാർട്ടിക്ക് എന്നുള്ളത് തന്നെയാണ്. കാരണം LDF സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഇതാ MSC കേരളത്തിലേക്ക് വരുന്നു, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞത്തുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് പാർട്ടി മുഖപത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വലിയ വിമർശനമാണ് പല കോണുകളിലും ഉണ്ടാക്കിയത്. പ്രതിപക്ഷ നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ അവരടക്കം എല്ലാവർക്കും ആ വാർത്തയെ തള്ളിക്കളയേണ്ടതായും വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാരാന്ത പതിപ്പിലെ ലേഖനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം. ചുരുക്കത്തിൽ ദേശാഭിമാനി എന്നുള്ളത് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല എന്ന ഒരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ പാർട്ടി നേതൃത്വം അപ്പാടെ, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത വിമർശനം കനത്ത തോൽവിക്കിടയിൽ ഏറ്റുവാങ്ങുന്നതിനിടയിലാണ് ദേശാഭിമാനിയിലും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ വിശാല CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം കൂടുതൽ നടപടിയും കൂടുതൽ നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് മാധു. GV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.